ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പം ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലാണ്. ഇന്ന് നമ്മളെൻ്റെ സർവൈവൽ വേൾഡ് കാണിച്ചു തരാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സർവൈവൽ വേൾഡ് ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. ഞങ്ങൾ ഇത് കണ്ടോ, എൻ്റെ 129 ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോ നല്ല മറ്റുള്ളലേക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സർവൈവൽ വേൾഡ്. അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റി കറങ്ങാം. പിന്നെ എനിക്ക് ഡയമണ്ട് ആർമറൊക്കെയാണ് ഞാൻ മൈനിങ്ങിന് പോയിരുന്നു. പിന്നെ ഇതിൽ പകുതി ദിവസം ഞാൻ മൈനിങ്ങിലാണ് സ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ ഇതാണ് നമ്മളെ വില്ലേജർ ട്രേഡിങ് ഹാള്. അവിടെയൊക്കെയാണ് മെൻറ്റിങ്ങും ഫോർച്യൂണൊക്കെ കിട്ടിയത്. ഇതാണ് നമ്മളെ ആർമർ, ഷിപ്രാക്കൊക്കെ ഉണ്ട് അവിടെ. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഫോണാണ് നല്ല ലാഗ് കേട്ടോ. നിങ്ങൾ ലാഗൊന്നും നിങ്ങൾ മാറ്റാം. ഇത് നമ്മളെ ഫോർച്യൂൺ വില്ലേജറെ തോന്നുന്നുണ്ട് ഗൈസ്. അതെ, ഫോർച്യൂൺ വില്ലേജർ. എന്താ ഈ ലാഗ്? ഇതാണെങ്കിൽ നമ്മളെ മെൻറ്റിങ്, അതന്നെ മെൻറ്റിങ്. നമുക്ക് മെൻറ്റിങ് വില്ലേജറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാ ഷുഗർ കെയിൻ ഫാമാണ് കണ്ടോ. ഇതാണ് നമുക്ക് ഇതാണ് ഗൈസ് നമ്മളെ എന്താ പറയുക ഫിഷ് ഫാർമ്. ചൂണ്ടൊക്കെ ഇടണേ. ഇതാണ് നമ്മളെ ചെസ്റ്റൊക്കെ. പിന്നെ ഇവിടെയാണ് നമ്മളെ ചൂണ്ട വയ്ക്കൽ, വെറുതെ രസത്തിനടച്ച. പിന്നെ ഇതാണ് നമ്മളെ സ്ഥലം ഗൈസ്. ഇത് ആണ് ഇവിടുത്തെ മെയിൻ കോബ്ലിസ്റ്റോൺ ഫാർമ്. എൻ്റെ സർവീസ് വർക്കത്തോട് ഇത് പൊട്ടിച്ച് പെട്ടെന്ന് പൊട്ടിക്കണ്ടോ. ഇത് അൾട്രാടെക് സിമെൻറ്റോട്ടാണ് ഉണ്ടാക്കിയത് ഗൈസ്. ഇത് നമ്മളെ കസ്റ്റം മരങ്ങളാണ് ഗൈസ്, മരങ്ങൾ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാലാണ് കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കിയ അതാണ് നമ്മളെ വലിയൊരു ഫാർം. ഇത് പറയാൻ നമ്മളെ വലിയ ഫാർമാണ്, വലിയ ഫാർം. ഇപ്പം നമ്മൾ ഓരോന്ന് ഹാർവെസ്റ്റ് ചെയ്യണം, പക്ഷെ നമ്മളെ കൈ തന്നെ വേണം. അതില്ലാത്ത ഒരു ഇതുമില്ല കണ്ടോ. ഇവിടെ ക്യാരറ്റ്, താഴെ വീറ്റ്, ഇവിടെ പൊട്ടാറ്റോ, ഇവിടെ ബീട്രൂട്ട്, അതൊക്കെ ഗൈസ് നമ്മളെ MLG ഗൈസ്. ഞാൻ എന്തിനും കുറേ വട്ടം നിൽക്കും, എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അതാ നിൽക്കി. ഇതാണ് നമ്മളെ ചിക്കൻ ഫാർം, ഇല്ലെങ്കിൽ ഫുഡ് ഫാർം. ഇതിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ചിക്കൻസാണ്. അയ്യോ സോറി ബ്രോ, ഞാൻ കാണിച്ചതാണ്. നമ്മളെ ചെസ്റ്റിലോട്ട് തുറന്ന എത്രയെന്ന് എനിക്കറിയില്ല. ചിക്കൻ ഒരു കുഴപ്പമില്ല. പിന്നെ ടോർച്ച്, വെള്ളം വെക്കാൻ കുഴപ്പമില്ല. ഇതാണ് നമ്മളെ ബോൺവീൽ ഫാർം. ഇത് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ടോർച്ചൊന്ന് വെക്കണം. പിന്നെ തന്നെ ഇതാണ് നമ്മളെ എൻചാൻറ്റിങ് ടേബിൾ ഏരിയ കണ്ടോ. എൻചാൻറ്റിങ് ടേബിൾ ഇവിടെയാണ് നമ്മൾ എല്ലാതും ഇതൊക്കെ ചെയ്തത്. ഇതൊന്നുമല്ല നമ്മളെ ആർമറൊക്കെ. ഇതാണ് നമ്മളെ മെയിൻ വീട് ഗൈസ്, നമ്മളെ മെയിൻ വീട്. ഇതാണ് നമ്മളെ വീട്. ഇതാണ് നമ്മളെ വാല്യുബിൾ കേട്ടോ. എനിക്ക് ഇത്ര ഡയമണ്ട് ഉണ്ട്, എനിക്ക് ഇഷ്ടം പോലെ ഡയമണ്ട് ഉണ്ട്. പിന്നെ ഇതാണ് ഇനി നമ്മളെ മുകളിലേക്ക് പോയാൽ ഇനി നമ്മൾ ചീറ്റ് ചെയ്തതൊന്നുമല്ല കണ്ടോ. ഇതൊക്കെ ഞാൻ ക്രിയേറ്റീവാക്കി വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ചീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ ഇത് കാണിച്ചു തരാം. കാരണം നമ്മളിങ്ങനെ ആക്കാൻ നോക്കിയാൽ ആവില്ല അതോ. പിന്നെ ഇങ്ങോട്ടൊക്കെ ഞാൻ നിൽക്കണേ. പിന്നെ എന്താണ് നമ്മൾ ബാൽക്കണി ഫ്രണ്ട് ഭാഗം കാണാം. ഇതാണ് നമ്മളെ ബെഡൊക്കെ. ഇതാണ് നമ്മുടെ തങ്കപ്പൻ വിജയം വീട്ടില്ല, അതുകൊണ്ട് കേട്ടത്. പിന്നെ ഇതാണ് നമ്മളെ അടുത്ത ബാൽക്കണി. നമുക്ക് റൂഫൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മളെ കസ്റ്റമറാണ്. അവിടെ എൻ്റെ ആൻഡ് ഫാർമ എന്നിട്ട് ഗൈസ്. ആൻഡ് ഫാർമ ഒന്നും വർക്കായില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ എന്തിനാ പേടിക്കണേ? ഞാൻ പൊട്ടിക്കാൻ വന്നേ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ താറ്റിക്കിറങ്ങാം. നമ്മൾ താറ്റിക്കിറങ്ങിയാൽ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ നമ്മളെ കുതിര ഉണ്ട്. ഇതാണ് നമ്മളെ കുതിര, കൊടുത്തെടുത്ത് നോക്കിയാൽ. ഇതാണ് നമ്മളെ സ്റ്റോറേജ് ഹൗസ് ഗൈസ്. സ്റ്റോറേജൊക്കെ ഉള്ള ഹൗസ്.
ഇവിടെ തന്നെ നേച്ചർ തമ്മിലുള്ളതാണ്. പിന്നെ ഇത് പറഞ്ഞാൽ റെഡ് സ്റ്റോണ്, ഇത് ഫുഡ്. പിന്നെ ഇവിടെ പോയാൽ ഇതാണ് നമ്മളെ ബ്ലോക്സ്. പിന്നെ ഇതാണ് ആർമർ ടൂൾസൊക്കെ ഉള്ളത്. ആർമർ തന്നെ ഇത് നമ്മളെ എൻചാൻറ്റി ബുക്ക് അത്ര ഉള്ളൂ. എന്താണ് നമ്മളത് ഹൗസ് മറ്റേ ഇത്. പിന്നെ നമ്മളെ കേവ് കാണിച്ചു തരാം. കേവ് കാണിച്ചു തന്നെ അതാണ് നമ്മളെ വേസ്റ്റ് കൊട്ട. ഇപ്പം നമ്മൾ ഈ ഒരു മീനിട്ട് കഴിഞ്ഞാൽ ആശയത്തിട്ട് കളയാനാണ്. ഇതാണ് കേട്ടോ വേസ്റ്റ് കൊട്ട. ഇത് നമ്മളെ താഴത്ത് പോയാൽ ഇതാണ് നമ്മളെ ഷീപ്പ് പറഞ്ഞത്. ഇത് വർക്കാവുണ്ടോ? പിന്നെ അല്ലാതെ എത്ര ഷീപ്പ. ഇത് പുട്ടാട്ടോ. ഇതിന് പേരെന്തെങ്കിലും സൂപ്പർ സ്മെൽട്ടർ. പിന്നെ അതാണ് രാത്രി ആവേണ്ടതുകൊണ്ട് ഞെക്കാം ഇപ്പം ആയിട്ടില്ല. കണ്ടോ നമ്മൾ ഇത്ര പിന്നെ വന്നാൽ ഇവിടെ നമ്മളെ പോണ്ടൊക്കെ ഉണ്ട്. പോണ്ട് പിന്നെ ഇവിടെയാണ് എൻ്റെ കേവ്. ഇതൊരു ചെറിയ കേവ്. അത് കഴിഞ്ഞൊരു കേവ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചത്. പിന്നെ വേൾഡ് മൊത്തം ചുറ്റി ഇറങ്ങി കുറേ കണ്ടുപിടിച്ചത്. അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 1 മണിക്കൂറാവും. പിന്നെ കാണിച്ചു തന്നാൽ പിന്നെ ഇതിലൂടെ പോയാലാണ് നമ്മളെ മെയിൻ കേവിലോട്ട് എത്തുക. ഇപ്പം നിന്നാണ് നമ്മൾ കുറേ ഡയമണ്ട് കളിച്ചത്. ഇവിടെ കുറേ ഡയമണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഭാഗ്യത്തിന് ഗൈസ്. അതാണ് ഇത്. ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്. അവിടെ പഞ്ചായത്തൊക്കെ ഉണ്ട്. നമുക്ക് ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. പിന്നെ മേലേക്കൊന്ന് കയറണം ഗൈസ്. ഇപ്പം അടിച്ചേനെ. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നത് നേരെ ചാടി. പിന്നെ നമുക്ക് ഇനി നെതർ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇനി ഇവിടെ കാണിക്കാനില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ കൗ ഫാർമ്. നമുക്ക് നെതറൊന്ന് കാണിക്കുക. നല്ല ലാഗുണ്ട്. ഈ ലാഗോടെ ഞാൻ എന്താർക്കും ഉറപ്പിൽ ചാവും. പിന്നെ ഡയമണ്ട് ആർമറാണ്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട. ലാഗ് ഗൈസ്. അപ്പോൾ നമ്മൾ നെതർക്കൊന്ന് അത് മെസ്സേജ് എന്നാ അങ്ങോട്ടൊന്നും പേടിക്കണ്ട. അത് ഇപ്പോഴാണ് നമ്മളെ നെതർ. ഇതാണ് നമ്മളെ നെതർ ഹബ്ബ് ഗൈസ്. ഇങ്ങനെയുണ്ട്. നിങ്ങൾ എൻ്റെ സർവീസ് ഈ വീഡിയോയിൽ ലാസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം. മറ്റേ ഞാനൊന്ന് പുറത്തേക്കൊന്ന് പോട്ടെ ഗൈസ്. ഈ ഡയമണ്ടൊക്കെ കിട്ടിയത് ഞാൻ ക്രിയേറ്റീവ് എടുത്തല്ല. നിങ്ങൾ കണ്ടാൽ തോന്നും എന്താ ഞാൻ ക്രിയേറ്റീവ് എടുത്താൽ. പക്ഷെ ഞാൻ ക്രിയേറ്റീവ് എടുത്തതല്ല കേട്ടോ. ഞാൻ ശരിക്കും എൻ്റെ കയ്യിൽ പറഞ്ഞാൽ എത്ര ഡയമണ്ട് ഉണ്ടെന്ന് എത്ര എനിക്കറിയില്ല. ഞാൻ മിനിമം 2 സ്റ്റാക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ 2 സ്റ്റാക്ക് ഉണ്ട്. ഞാൻ അത്രയും ചെയ്തില്ല ഗൈസ്. ഞാൻ എൻ്റെ ഫോർച്യൂൺ 3 പിക്കാസ് കൊണ്ട് ഞാൻ മൈനിങ്ങിൽ നിന്ന് പോയതാണ് ഗൈസ്. ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീറ്റിംഗ് ഒന്നുമല്ല ഗൈസ്. ഞാനില്ല ഇതുണ്ടോ ലാഗ്. ഇത് നമ്മൾ ക്രിയേറ്റീവ് ഒക്കെ ഇങ്ങനെയാണ്. എന്നാൽ നമ്മൾ അച്ചീവ്മെൻ്റ് കളക്ട് ചെയ്ത് പോവാതൊക്കെയാണ്. ക്രിയേറ്റീവ് ഒക്കെ എല്ലാം പോവും. നമ്മളിത് സർവൈവിൽ കളിച്ചാലേ അങ്ങനെ വരുള്ളൂ ഗൈസ്. ഞാൻ ലെഫ്റ്റ് അടിച്ച് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ക്രിയേറ്റീവ് വേൾഡ് കൊടുക്കുകയാണ്. നമ്മളൊന്നും ചെയ്യണില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. നിങ്ങൾ കമൻറ്റ് വന്നിട്ട് എന്താണെന്ന് പറയാം. നമ്മളൊന്നും ചെയ്യണില്ല. നമുക്ക് നേരെ ഒന്നും ചെയ്യാതെ നമ്മൾ ക്രിയേറ്റീവ് വേൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ വെറുതെ ചെയ്യണേ. ഞാൻ എനിക്ക് കുറച്ച് ലാഗ് അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് സർവീസ് വേൾഡ് ഞാനിന്ന് ചെയ്തിട്ടില്ല. ഇനി പോയിട്ട് ഗൈസ് ലാഗ് അടിച്ചിട്ടുണ്ട്. നമ്മളിനി സെറ്റിങ്സ് പോവുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. കുറച്ചും കൂടി ഇതെത്ര സമയം എടുക്കണേ. എന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റീവ് ഒക്കെ വയ്ക്കുക. അതേ സെയിം നമ്മളിപ്പോൾ സർവൈവലിലാണ് കളിക്കണത്. ഇനി നമ്മൾ ക്രിയേറ്റീവ് നെക്കുക ഇത് കാണിക്കുക. ഇപ്പം ഞാൻ അതേമാതിരി 2 സ്റ്റാക്ക് നമ്മളിപ്പോൾ പറക്കാതെ നമ്മൾ ക്രിയേറ്റീവാണ്. ഇപ്പോൾ
ഞാൻ അടുത്തിട്ടിലേക്ക് കാണിച്ചു തരാം. എടുക്കണമെങ്കിൽ ഇപ്പോൾ അതേമാതിരി അല്ല ഇമാതിരി ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ സർവീലാക്കണില്ല. ഞാൻ ഡയമണ്ട് എടുത്ത് തന്നിട്ട് അങ്ങനെ ആയതാണെന്ന് പറയുന്നത്. പിന്നെ ഡയമണ്ടോടെ സെയിം 2 സ്റ്റക്ക് ഡയമണ്ട് നമ്മുടെ അടുത്താണ്. ഇനി നമ്മൾ സർവൈവിൽ നോക്കുക. ഓക്കെ, നമ്മൾ സർവൈവിലാക്കിയിട്ടുണ്ട്. ഇതാ ഡയമണ്ടാണ്, എനിക്ക് ഇത്ര ഡയമണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഇതിനെ ക്രിയേറ്റീവ് ആക്കി അങ്ങനെ ആയതാണ്. നമ്മൾ ക്രിയേറ്റീവ് ആക്കാൻ നോക്കിയാൽ ആ സെയിം പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ ചീറ്റ് ചെയ്തതെന്നല്ലേ, ചീറ്റ് ചെയ്തെന്ന് പറയരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളയാം, ആവശ്യമില്ല. അയ്യോ അങ്ങോട്ടല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിട്ടില്ലാണ് അതൊരു ചാറ്റാ ബൈ, സീ യു.